المرسلين وعلى آله وصحبه أجمعين. ഏറെ സ്നേഹബഹുമാനമുള്ള SIC ഒനൈസ കമ്മിറ്റിയുടെ സമന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബിന്റെ 27-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ സമയത്ത് ഈ രാവിന്റെ മഹത്വവും സവിശേഷതയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഈമാനികമായി ആ ദിവസത്തെയും രാവിനെയും നമ്മൾ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ സന്നദ്ധമായ ഉനൈസ SIC കമ്മിറ്റിയെ ആമുഖമായി അഭിനന്ദിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് പൂർണ്ണമായ നിലക്ക് സ്വീകരിക്കുമാറാകട്ടെ. മിഅ്റാജ് രാവ്, റജബിലെ 27-ാം രാവ് ചരിത്രപരമായി വലിയ പങ്കുവഹിച്ച ഒരു ദിവസമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലെ അത്ഭുതം നിറഞ്ഞതും ഏറെ മഹത്തരമായതുമായിരുന്നു മിഅ്റാജിന്റെ രാത്രിയിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്ര. തികച്ചും അസാധാരണത്വവും അമാനുഷികവുമായ ഒരു യാത്രയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് തആല പോലും ആ യാത്രയെ പരാമർശിക്കുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അത്ഭുതത്തിന്റെ, ആശ്ചര്യത്തിന്റെ സുബ്ഹാനല്ലദീ പ്രയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു പോലും ആ യാത്രയുടെ മഹത്വത്തെ, വലിപ്പത്തെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. ആശ്ചര്യജനകമായൊരു യാത്രയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്ന് കാതങ്ങൾക്കപ്പുറയുള്ള ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവുമായി കണ്ടുമുട്ടാൻ, സംഗമിക്കാൻ പോയതും ചരിത്രത്തിന്റെ വിശാല ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയല്ല. കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ത്യാഗങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും നിരന്തരമായ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടാണ്. ജനിച്ച നാളു മുതലേ സങ്കടങ്ങളിലൂടെയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതയാത്ര. കൂട്ടത്തിൽ 63 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് പുണ്യനബി തങ്ങൾ തന്നെ വിശേഷിപ്പിച്ച അവിടുത്തെ 51-ാമത്തെ വയസ്സ്, ജീവിതത്തിന്റെ താങ്ങും തണലുമായി കടന്നുവന്ന പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗം, എല്ലാമായിരുന്ന പ്രിയപ്പെട്ട അബൂ താലിബിന്റെ വിയോഗം, 2 ചിറകുകൾ മുറിഞ്ഞുപോയ വർഷമായിരുന്നു പുണ്യനബിക്ക് 51-ാമത്തെ വയസ്സ്. ആ ഒരു കാലത്തെ തങ്ങൾ തന്നെ വിശേഷിപ്പിച്ചത് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ്. ഒരുപാട് ദുഃഖങ്ങളുടെ കടൽ നീന്തിയാണ് പുണ്യനബി കടന്നു വന്നത്. എന്നിട്ടും ആ ഒരു കാലത്തെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് പ്രവാചകൻ വിളിച്ചു. ആ സങ്കടത്തിന്റെ വലിയ കാർമേഘങ്ങൾ മനസ്സിൽ ഉരുണ്ടുകൂടി നിൽക്കുമ്പോഴാണ് റജബ് 27-ന്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെയും ബുറാഖിനെയും പറഞ്ഞയച്ച് അള്ളാഹു അവന്റെ മഹത്തായ സവിധത്തിങ്കിലേക്ക് കൊണ്ടുപോയത്. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്രയാണ് നമ്മൾ ഇസ്രാ എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ആകാശങ്ങളും കടന്ന് അദൃശ്യ ലോകങ്ങൾ താണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിന് നിശ്ചയിച്ച പരിധിയും കടന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സവിധത്തിൽ പോയ അനുഗ്രഹീതമായ രാത്രി, അള്ളാഹുവുമായി നേരിട്ട് മുലാഖാത്ത് നടത്തിയ രാത്രി. ലിഖാഇനെ നമ്മൾ കൊതിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. അതിന് ദുആ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിനെ കാണണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സത്യവിശ്വാസികൾ നാളെ പരലോകത്ത് പൗർണമി രാവിലെ ചന്ദ്രനെ കാണും പോലെ അവരുടെ റബ്ബിനെ കാണുമെന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളൊക്കെ അള്ളാഹു തആല പെടുത്തി തരട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പടച്ചവനെ കാണാൻ ഭാഗ്യം ലഭിച്ച
ഒരേ ഒരാൾ, അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവുമായി പ്രത്യേകവിധ സംഭാഷണം നടത്തുകയാണ്. ആ സംഭാഷണത്തിന്റെ തെളിവെന്നോണമാണ് 5 വഖ്ത് നിസ്കാരത്തെ സമ്മാനമായി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയത്. മിഅ്റാജിന്റെ രാവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നാളെ മിഅ്റാജിന്റെ പകലിൽ ആ അനുഗ്രഹീതമായ രാവിനോട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പുണ്യനബിയെ കൊണ്ടുപോയതിനുള്ള ശുക്റായി നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ മിഅ്റാജിന്റെ ഏറ്റവും മുഖ്യമായ സന്ദേശം നമ്മൾ സ്വീകരിക്കുന്നത് നിസ്കാരമാണ്. കാരണം അതിമഹത്തായ ഒരു യാത്രയിൽ, അതിമഹത്തായൊരിടത്തേക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു കൂട്ടിക്കൊണ്ടുപോയി പ്രപഞ്ചം പടക്കാൻ കാരണക്കാരന് കൊടുത്ത അതിമഹത്തായ ഒരു സമ്മാനം, അതാണ് നിസ്കാരം. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനേക്കാളും മീതയാണ്, എല്ലാറ്റിനേക്കാളും ഗൗരവമുള്ളതാണ്. റജബ് 27 നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. ജീവിതത്തിലുടനീളം നിസ്കാരത്തെ ഞാൻ മുറുകെ പിടിക്കുമെന്ന ഒരു പ്രതിജ്ഞ പുതുക്കാൻ നമുക്ക് സാധ്യതമാകണം. സഹീഹുൽ ബുഖാരി ഈ സംഭവം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചരിത്ര വിശകലനത്തിന്റെ അവസരമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കണം. പിന്നെ നാളത്തെ പകൽ, അന്നത്തെ പകല് ദിവസത്തെ നോമ്പനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പൂർവകാല പണ്ഡിതന്മാരുടെ, സ്വഹാബികളുടെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നബിത്തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന